ഹലോ, എല്ലാവർക്കും ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം രണ്ടാഴ്ച ആകുന്നില്ല, 2 ആഴ്ച കഴിഞ്ഞു. ലോങ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു പുതിയ തുടക്കമാവട്ടെ എന്ന് കരുതി. നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ സ്റ്റൈൽ ബീൻസ് തോരനാണ്. അതിൽ ഒരു ചീനിച്ചട്ടി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ തോരൻ പോലുള്ള സാധനമൊക്കെ വെക്കുന്നതിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറെ ഓയിലൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അതിലേക്ക് കടുകല്ല ഇടുന്നത്, ഉഴുന്നുപരിപ്പാണ് ഇടുന്നത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. ഉഴുന്നുപരിപ്പ് ഒന്ന് ആഡ് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അതിലേക്ക് സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് വഴളുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ബ്രൗൺ നിറം കരിയുന്നൊരു സ്റ്റേജിലേക്ക് പോകില്ല. ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്ന ബീൻസും ക്യാരറ്റും കൂടെ. ഇവിടെ ഞാൻ ബീൻസും ക്യാരറ്റും ഉപയോഗിക്കാറുണ്ട്. ബീൻസും വൻപയറും കൂടി ഇട്ട് തോരൻ വെക്കാറ്, രണ്ടും നല്ല ടേസ്റ്റ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചെയ്തേക്കുന്നത് ബീൻസും ക്യാരറ്റും കൂടി ഇട്ടാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റുമ്പോഴത്തേക്കിനും ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആ ബീൻസിലേക്കൊക്കെ ഒന്ന് ആഡാകാൻ വേണ്ടിയിട്ട് ഒരു ശകലം ജസ്റ്റ് ഒരു കൈവെള്ളം തളിച്ച് കൊടുക്കുക. ഇത് ആവിയിലാണ് വെന്ത് വരുന്നത്. ഇന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് മൂടി വെച്ച് വേവിക്കുക. അത് കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണേ. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത്, തേങ്ങയ്ക്കകത്തോട്ട് നമ്മൾ മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യാറില്ല. ഒരു തോരനും ഇവിടെ മുളക് പൊടി യൂസ് ചെയ്യാറില്ല, പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുത്തത് ഈ ആവിയിൽ വെന്ത് വന്ന ബീൻസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കിനും ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, മുമ്പേ ക്യാരറ്റും ബീൻസും എങ്ങനെയാണോ നമ്മൾ പൊത്തി വെച്ചത് അത് കണക്കൊന്ന് പൊത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൂടി വെച്ച് അത് ലോ ഫ്ലെയിമിലായിരിക്കണം. ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, അത് കരിഞ്ഞു പോകാൻ ഇത് നോക്കുക. അപ്പോൾ എന്തിനത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്ക്, അതായത് തേങ്ങയൊക്കെ പച്ചയ്ക്ക് അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പച്ച കുത്തലൊക്കെ ഉണ്ടാകും. ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയ തീയിൽ ഇത് മൂടി വെച്ച് വേവിക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്ന ടിപ്സാണ്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് ആവിയിൽ അങ്ങോട്ട് ഇതായി നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലൊരു സ്മെല്ല് വരും. പച്ചമുളകിൻ്റെയും മറ്റേ കറിവേപ്പിലയൊക്കെ ചതച്ചിട്ടായിരുന്നു നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് ഇത് അത് അടപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് മതി കേട്ടോ. ചൂടാറിക്കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, അത്രേ ഉള്ളൂ. പിന്നെ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന് ഞാൻ ഗ്യാരണ്ടി, ഷുവറായിട്ട് നല്ല ടേസ്റ്റ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വെക്കുന്നത്. കാര്യം ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്, കടുകിന് ഉഴുന്നുപരിപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പം